എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം. 1000 ദിവസത്തെ ഉത്സാഹത്തോടെയുള്ള പഠനത്തേക്കാൾ നല്ലത് മഹാനായ ഒരു അധ്യാപകനോടൊപ്പമുള്ള ഒരു ദിവസമാണെന്ന തത്വചിന്തകൻ്റെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. നല്ലൊരു അധ്യാപകൻ ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിൽ കിരീടം വെക്കാത്ത സുൽത്താനായി എന്നും ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1961 മുതൽ ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നുണ്ട്. അതിപ്രശസ്തനായ അധ്യാപകനും ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായി സെപ്റ്റംബർ 5 തീയതിയാണ് അധ്യാപക ദിനമായിട്ട് നാം ഓരോരുത്തരും ആചരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ പുറമെ അസർബൈജാനിലും ബൾഗേറിയയിലും കാനഡയിലും എസ്തോണിയയിലും ജർമ്മനിയിലും ലിത്വാനിയയിലും മാസിഡോണിയയിലും മാലിദ്വീപിലും മൗറിഷ്യയിലും റിപ്പബ്ലിക് ഓഫ് മോൾഡോവയിലും നെതർലാൻഡ്, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, കുവൈറ്റ്, ഖത്തർ, റൊമാനിയ, റഷ്യ, സെർബിയ, ഇംഗ്ലണ്ട് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഇന്നത്തെ ദിവസം തന്നെ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഒരിക്കലും തിരസ്കരിക്കപ്പെടാനാവാത്ത അമൂല്യ വ്യക്തിത്വങ്ങളാണ് നാം ഓരോരുത്തരുടെയും അധ്യാപകന്മാർ. അറിവ് പഠിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സേവനവും ലോകത്തില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അറിവ് പഠിപ്പിക്കുന്നവനും ജനങ്ങളെ സംസ്കരിക്കുന്നവനുമാണ്. ലോകത്തിൻ്റെ സർവ്വ അന്ധകാരത്തിനും കാരണം തിരിച്ചറിവില്ലാത്ത അജ്ഞതയാണ്. അതിൽ നിന്നാണ് വെറുപ്പും വിദ്വേഷവും വർഗീയതയും സ്നേഹശൂന്യതയും ഉണ്ടാവുന്നത്. അധ്യാപകൻ എന്ന നാമത്തിൻ്റെ അക്ഷരവും അർത്ഥവും അന്വർത്ഥമാക്കുന്ന ഗുരുനാഥന്മാർ എന്നും ലോകത്തിന് നന്മ മാത്രമേ വിഭാവനം ചെയ്യുകയുള്ളൂ. ആരാണ് അധ്യാപകർ? അത് യജ്ഞത്തിൽ അതീതിയായും അധീശനായും എന്നും ജീവിക്കുന്ന അധൂനമായ അതിയോഗ പ്രശോഭിതനായ അധീക്ഷകനാണ് ഓരോ അധ്യാപകന്മാരും എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഈ അധ്യാപക ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും അധ്യാപകരോട് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് നാം ഏറെ കടപ്പെട്ടവരായിരിക്കണം. അവരാണ് നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചത്. അവരാണ് അശാന്തിയുടെ തീരങ്ങളിൽ ആത്മനിർവൃതിയുടെ ഓളങ്ങൾ സൃഷ്ടിച്ചത്. അവരാണ് അധ്വഗിന്നരായി ഓടി നടന്ന ആയിരക്കണക്കിന് അറിവിൻ്റെ തീർത്ഥാടകർക്ക് വിജയത്തിൻ്റെയും ഉയർച്ചയുടെയും ഉന്നത സോപാനങ്ങളിൽ വിരാജിക്കാൻ താങ്ങും തണലുമായിട്ട് നിന്നത്. ആ അധ്യാപകരാണ് അജ്ഞതയുടെ അധോഭുവനത്തിലെ മരുപ്പറമ്പിൽ നിന്നും അറിവിൻ്റെ നിറദീപം ചാർത്തി പ്രതീക്ഷയുടെ ലോകം സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അവർ തന്നെയാണ് പല വിദ്യാർത്ഥികളുടെയും അരസമായ സരബസത്തെ വിരസതയോ നിരസതയോ കൂടാതെ സരസമായ സംബോധനങ്ങളെക്കൊണ്ടും സൗമ്യത വെടിയാത്ത സവിസ്തര സംസാരങ്ങളെക്കൊണ്ടും സംസ്പർശത്തോടെ സംസ്കരിച്ചെടുത്തത്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, അറിവിൻ്റെ അക്ഷയകനികൾ നമുക്ക് പകർന്നു തന്ന സമാധാരണീയരായ നമ്മുടെ ഗുരുവര്യന്മാർ. വിദ്യാഭ്യാസ ജീവിതത്തിന് ശേഷം ഒരിക്കൽ പോലും അവരെ സന്ദർശിക്കുകയോ കാണുകയോ ചെയ്യാത്ത ഹതഭാഗ്യരാണ് നാം പലരും. വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിൽ അവർ അനാഥരാണോ നമുക്കറിയില്ല. രോഗത്തിൻ്റെ തീഷ്ണതയിൽ അവർ അസ്വസ്ഥരാണോ അറിയില്ല. നമ്മുടെ ഒരു സന്ദർശനം കൊണ്ട്, ഒരു ചേർത്തുപിടിക്കൽ കൊണ്ട്, ഒരു സ്നേഹസ്പർശം കൊണ്ട് അവരുടെ ഹൃദയാന്തരങ്ങളെ പ്രക്ഷോഭിതമാക്കാൻ കഴിഞ്ഞാൽ, അവരുടെ മനസ്സുകൾക്ക് സനാതത്വത്തിൻ്റെ അറ്റുപോയ ചിന്തകളെ തുന്നിച്ചേർക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനർത്ഥമായിരിക്കുന്നു. ഈ അധ്യാപക ദിനത്തിൽ എനിക്കും നിങ്ങൾക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 1000 ആശംസകൾ അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.